എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പഴയ ട്യൂട്ടോറിയൽസ് കണ്ടിട്ടില്ലെങ്കിലും പിന്നെ നമ്മുടെ ഫംഗ്ഷനെ പറ്റിയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഇന്ന് നമ്മളിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഹയർ ഓർഡർ ഫംഗ്ഷൻ. സോ ഹൈ ഓർഡർ ഫംഗ്ഷൻ എന്താണ്? ഈ ഹൈ ഓർഡർ ഫംഗ്ഷൻ അതിനെപ്പറ്റിയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഹൈ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് ചില ടേമുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ ചോദിച്ചാൽ എന്താണ് ഹൈ ഓർഡർ ഫംഗ്ഷൻ എവിടെയെങ്കിലും ചോദിക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ അത് എന്താണെന്ന് അറിയായിരിക്കും, പക്ഷേ ഈ ഹൈ ഓർഡർ ഫംഗ്ഷൻ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകില്ല. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ പേര് സഹിതം നമുക്ക് പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഹൈ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സിമ്പിളാണ്. ഹൈ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ, അതായത് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടാവും. ആ ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനെ പാരാമീറ്ററായിട്ട് എടുക്കുന്നു. അതായത് ആ ഫംഗ്ഷൻ നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലേ? എന്താണ്? നമ്മളതുവഴി വാല്യൂസ് പാസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ട് വേരിയബിൾ പാസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾക്ക് പാരാമീറ്ററായിട്ട് ഒരു ഫംഗ്ഷനും പാസ് ചെയ്യാൻ പറ്റും. അതാണ് ഹൈ ഓർഡർ ഫംഗ്ഷൻ, വേറെ ഒന്നുമില്ല. സോ നമുക്കൊന്ന് എഴുതി നോക്കാം. അതിന് ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ, ദെൻ നമുക്ക് ഫംഗ്ഷനൊരു പേരിടാം. മോർണിംഗ് എന്ന് ഇട്ടു. ഓക്കെ, മോർണിംഗ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം എഴുതുവാണ്. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഇവിടെ ഈ ഒരു ഭാഗത്താണ് പാരാമീറ്റർ പാസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം. ഇവിടെ ഇതുവഴിയാണ് പാരാമീറ്റർ പാസ് ചെയ്യുന്നത്, നമ്മൾ ഫംഗ്ഷൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള അല്ലേ? ഓക്കെ, എന്നിട്ട് ഞാൻ മറ്റൊരു ഫംഗ്ഷൻ എഴുതുവാണ്. ഈ ഫംഗ്ഷനിൽ ഞാനിപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല. സോ എനിക്കിവിടെ ഈ ഫംഗ്ഷനിലേക്ക് ഞാനിപ്പോൾ പാസ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഓക്കെ, ഞാൻ മറ്റൊരു ഫംഗ്ഷൻ എഴുതുവാണ്. മറ്റൊരു ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി ഇതിൻ്റെ താഴെ ഞാൻ ഫംഗ്ഷൻ എഴുതി. ദെൻ ഞാൻ അതിൻ്റെ അകത്ത് ഗ്രീറ്റ് ഇങ്ങനെ ഞാൻ എഴുതി. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് console.logൻ്റെ അകത്ത് ഞാനൊരു മെസ്സേജ് എഴുതുവാണ്. console.logൻ്റെ അകത്ത് എന്തെഴുതണം? ഗുഡ് മോർണിംഗ് എന്ന് എഴുതാം. ഗുഡ് മോർണിംഗ് എന്ന് എഴുതി. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിവിടെ സേവ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. ബിക്കോസ് ഫംഗ്ഷൻ എപ്പോഴാണ് വർക്ക് ചെയ്യുള്ളൂ? ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇൻസ്പെക്റ്റിൽ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയായിരുന്നു? കൺസോളിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ബിക്കോസ് ഫംഗ്ഷൻ കോൾ ചെയ്തതിനെ വർക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഗ്രീറ്റ് ഞാൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഹൈ ഓർഡർ ഫംഗ്ഷൻ മീൻസ് എന്താണ്? ഹൈ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനെ പാരാമീറ്ററായിട്ട് എടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ്റെ അത് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഞാൻ ഈ ഫംഗ്ഷൻ, അതായത് എൻ്റെ ആദ്യത്തെ ഫംഗ്ഷനെ ഞാൻ വിളിക്കുവാണ്. ഓക്കെ, അതായത് എ ഫംഗ്ഷൻ, അതായത് ഈ ഫംഗ്ഷൻ ഞാൻ എഴുതി. എന്നിട്ട് ഈ ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനെ പാരാമീറ്ററായിട്ട് എടുക്കുന്നു. ഈ ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനെ പാരാമീറ്ററായിട്ട് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരു ഫംഗ്ഷൻ ഏതാണ്? ഇതാണ്. ഓക്കെ, ഇത് ഞാനിവിടെ കൊടുക്കുന്നു. ഈ ഉണ്ടാക്കിയ ഫംഗ്ഷൻ ഞാൻ ഇതുവഴി പാസ് ചെയ്ത് വിടുന്നു മോർണിംഗിലേക്ക്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, ഗ്രീറ്റ് ഞാൻ പാസ് ചെയ്തു. എന്നിട്ട് ഞാനിത് സേവ് ചെയ്തതിനെ കാണാൻ സാധിക്കുമോ? ഇല്ല, കാണാൻ സാധിക്കില്ല. ബിക്കോസ് ഇവിടെ ഞാനൊരു ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. സോ ഞാൻ ഇവിടെ നിന്ന് ഇതാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ സേന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഇവിടെ സേന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ സേ ഇവിടെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, എ ഫംഗ്ഷൻ ടേക്ക് അനദർ ഫംഗ്ഷൻ ആസ് എ പാരാമീറ്റർ എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, കണ്ടോ? ഗുഡ് മോർണിംഗ് എനിക്ക് കിട്ടി. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ. എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ താഴെ ഞാൻ മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അകത്തൊരു മെസ്സേജ് എഴുതി. എന്നിട്ട് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ താഴെ വിളിച്ചിട്ട് ഇവിടെയാണ് നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്നത്. സോ പാരാമീറ്റർ വഴി ഞാൻ ഈ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ, ഈ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് അതിൽ പാരാമീറ്റർ കൊടുക്കുന്നിടത്ത് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് പാസ്സായി, ഇവിടെ വന്നു, ഇങ്ങോട്ട് പാസ്സായി. അപ്പം നമുക്കിവിടെ ഇഷ്ടമുള്ള എന്ത് വേണേലും എഴുതാം. ഇവിടെ എൻ്റെ പേര് എഴുതിയാലും എന്തെഴുതിയാലും കുഴപ്പമൊന്നുമില്ല, അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാനിതിവിടെ അത് ഞാനിവിടെ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
അതെനിക്ക് കിട്ടും. എനിക്കിത് എത്ര തവണ വേണമെങ്കിലും കോൾ ചെയ്യാം. ഓക്കെ, സേവ്. കണ്ടോ, ഗുഡ് മോർണിംഗ്. ഇതിനെയാണ് ഹൈ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഹൈ ഓർഡർ ഫംഗ്ഷൻ മീൻസ് എ ഫംഗ്ഷൻ ടേക്ക് അതർ ഫംഗ്ഷൻ ആസ് എ പാരാമീറ്റർ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഹൈ ഓർഡർ ഫംഗ്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നു, ആ ഫംഗ്ഷൻ വഴി അതിൻ്റെ പാരാമീറ്റർ പാസ് ചെയ്യുന്നത് വഴി നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫംഗ്ഷനെ പാസ് ചെയ്യുന്നു. ഏത്, നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഫംഗ്ഷൻ എഴുതി മറ്റൊരു ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് രണ്ടാമത്തെ ഫംഗ്ഷൻ ഞാൻ ആദ്യത്തെ ഫംഗ്ഷനിലേക്ക് പാരാമീറ്റർ പാസ് ചെയ്യുന്ന ഈ സ്ഥലത്തോടെ ഞാൻ പാസ് ചെയ്ത് വിട്ടു. എനിക്കിവിടെ എന്ത് വേണം, ഇവിടെ എനിക്ക് സ്ട്രിങ് പാസ് ചെയ്യാം, എനിക്ക് എന്ത് വാല്യൂസ് വേണമെങ്കിലും പാസ് ചെയ്യാം. സോ ഞാനിവിടെ ഫംഗ്ഷനാണ് പാസ് ചെയ്തത്. ഇവിടെ ഞാൻ ഫംഗ്ഷനാണ് പാസ് ചെയ്തത്. എനിക്കിവിടെ സ്ട്രിങ്ങോ എന്ത് വേണമെങ്കിലും പാസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഫംഗ്ഷനാണ് പാസ് ചെയ്തത്. ഓക്കെ, ഞാനിവിടെ ഇപ്പം ഞാൻ ഗ്രീത്ത് പാസ് ചെയ്തില്ലെങ്കിൽ കണ്ടോ, സേ ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ, ഇതൊരു ഫംഗ്ഷൻ അല്ല എന്നാണ് പറയണത്. പക്ഷേ ഇത് പാസ് ചെയ്തതിന് ഇതൊരു ഫംഗ്ഷനാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ. അപ്പോൾ എന്താ പറയാനുള്ളത്? താങ്ക് യു ഫോർ വാച്ചിങ്.